ബൈക്ക് എടുത്തുകൊണ്ട് നടന്ന വീഡിയോ എടുത്ത് ഞാനും എടുത്ത് ഇതൊന്നും കാണാനും ആരും ഇല്ലാണ്ട് തൊലഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കുറച്ച് ഓർമ്മകൾ അയവിറക്കാൻ പോവാണ്. നമ്മളുടെ എല്ലാവരുടെയും കയ്യിലൊരു പേനയും പേപ്പറും തന്നിട്ട് ഒരു വീട് വരയ്ക്കാൻ പറഞ്ഞാൽ അപ്പം എല്ലാവരും വരയ്ക്കണ സെയിം ഡിസൈനിലുള്ള ഈ കാണുന്ന ഈ വീട് ഇവിടെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ വളരെ കുറച്ച് ദിവസങ്ങൾ എന്നാലും കുറേ ഓർമ്മകളുണ്ടായിരുന്നത്. കാരണം വെക്കേഷനും അവധി ദിവസങ്ങളിലൊക്കെ മാത്രമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരിക. ഈ വീടും ആ വീടും ഈ രണ്ട് വീടുകളിലും താമസിച്ചിരുന്ന ആൾക്കാരും അന്ന് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവരുമായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും അതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം അവരെയൊക്കെ കണ്ടാൽ ഞാൻ സംസാരിക്കുമെന്ന് അറിയില്ല. അവരിൽ പലരും ഇപ്പം ഇല്ല. അവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണോ അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊന്നും എനിക്ക് താല്പര്യമില്ല. അന്നൊക്കെ ഈ രണ്ട് വീടിൻ്റെയും മുറ്റത്ത് നമുക്ക് ഓടിക്കളിക്കാം, ചുറ്റും സൈക്കിളെ ഓട്ടാം, എല്ലാത്തിനുമുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഒരു വീടിൻ്റെ മുറ്റത്തോട്ടൊന്ന് എത്തണമെങ്കിൽ പോലും തെങ്ങും തടമൊക്കെ ചാടി എത്തേണ്ട ഒരവസ്ഥയാണ്. ഞങ്ങൾ തന്നെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ട് 20-25 വർഷമായി. ഈ വീട്ടിൽ ആൾ താമസം ഇല്ലാതായിട്ടും കുറേ വർഷങ്ങളായി. അപ്പം ഇത് ഇങ്ങനെയെങ്കിലുമൊക്കെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് തൽക്കാലം ഞാൻ ആശ്വസിക്കുന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ചുറ്റും വരാന്തയുള്ള വീടൊക്കെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അങ്ങനത്തെ ഒരു വീടായിരുന്നു ഇത്. ഇതിൻ്റെ 4 ചുറ്റും വരാന്ത ഉണ്ടായിരുന്നു. വരാന്ത പോട്ടെ, വലിയ മുറ്റം ഉണ്ടായിരുന്നു. ഇവിടെ പണ്ട് മറ്റേ കയറിൻ്റെ തേങ്ങയുടെ ഒക്കെ പരിപാടികളുണ്ടായിരുന്നു. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. ഈ പശുത്തൊഴുത്തിൽ പക്ഷേ പശുവിനെ കണ്ട ഓർമ്മ എനിക്കില്ല. പക്ഷേ അപ്പുറത്തെ വീടില്ലേ, അവിടെ പശു ഉണ്ടായിരുന്നു, പശുത്തൊഴുത്തും ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ വീടിൻ്റെ ജനലും കതകും ഈ ജനലിൻ്റെ കമ്പികളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇത് അതൊന്നുമല്ല, ഫുൾ തടി. പക്ഷേ ഈ കട്ടയും സിമെൻറ്റും സാധനം എല്ലാം പൊടിഞ്ഞു പോയിട്ടും ഇതിനകത്തൊന്നും ചെതൽ കയറിയില്ലല്ലോ എന്നൊരു വിഷമമല്ല. ഈ ഡോറിൽ കൂടെ കയറിയാലും നമുക്ക് അപ്പുറത്തൂടെ കയറി ഇങ്ങനെ എല്ലാ റൂമുകളും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ ഡോറ് തുറന്നാൽ അപ്പുറത്ത് പോകും, ആ ഡോറ് തുറന്നാൽ ഇപ്പുറത്ത് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അകത്ത്. പക്ഷേ തൽക്കാലം നമുക്കിപ്പോൾ മേലെക്കൂടെ നോക്കാം എന്താണ് അകത്ത അവസ്ഥ എന്ന്. വലിയ കുഴപ്പമില്ല അല്ലേ. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞു വീട് പോലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം വലിയ വീടാണ്. ഇതിനകത്ത് കുറേ റൂമുണ്ട്, എല്ലാ സൈഡിലോട്ടും വാതിലുണ്ട് എന്നുള്ളതാണ് എനിക്കിതിനകത്ത് അന്നും ഇപ്പോഴും ഒക്കെ തോന്നുന്ന ഒരു ഹൈലൈറ്റ്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അതിനകത്ത്. ഞാൻ ഈ കുറേ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇങ്ങനെ എല്ലാ സൈഡിൽ കൂടെ നടന്നിങ്ങനെ കാണാനുള്ള ശ്രമമാണ്. പക്ഷേ സത്യമായിട്ടും പേടിയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഏറ്റവും ചെറിയതൊരു അനക്കമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും, നമുക്ക് തോന്നും. ഉണ്ടാവില്ല നമുക്കറിയാം, എന്നാലും എനിക്ക് പേടിയാണ്. ഈ 2 വീടല്ലാണ്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പടിഞ്ഞാറ്റേൽ എന്ന് പറയുന്ന ഒരു വീടും അതിൻ്റെ ബാക്കിൽ നിശാന്താണൻ്റെ പ്രശാന്തിൻ്റെ വീടും. ഇവിടെ എങ്ങും ഇപ്പോൾ ആരും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരും എല്ലാം ഒരു സൈഡാക്കിയിട്ട് വേറെ എവിടേക്കോ പോയി. എവിടെ എല്ലാവരും ആരെയും കാണുന്നില്ലല്ലോ. അല്ല, കണ്ടാലും ചിലപ്പോൾ എന്നെ കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ പണ്ടത്തേക്കാൾ ഇൻവെർട്ടറാണ്. ഒരു വീട്ടിന് ചുറ്റും നടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. ഇവിടെയാണ് കുറേ കൂടെ കിടിലൻ വ്യക്തികൾ ജീവിച്ചിരുന്ന വീട്. പലരും ഇപ്പോൾ ഇല്ല, പലരും പല സ്ഥലങ്ങളിലാണ്. പക്ഷേ മറ്റേ മെമ്മറീസ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇവിടെയും ചുറ്റും നടക്കാനുള്ള ഓപ്ഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വെറുതെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കാം, പറ്റുമെങ്കിൽ മേലെ ഒന്ന് വലിഞ്ഞു കയറാമെന്നുള്ളൊരു ശ്രമമാണ്. ഇതിൻ്റെ മേലെ കയറിയിട്ട് മറ്റേ വീടിൻ്റെ ഏരിയൽ വ്യൂ, അതാണ് ഞാൻ ഉദ്ദേശിക്കണത്. നടക്കില്ല നല്ല ബോധ്യമുണ്ട്. എന്നാലും പണ്ടൊക്കെ കയറി ഓർമ്മയ്ക്കൊന്ന് കയറുകയാണേ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കില്ല. പക്ഷേ എന്തൊക്കെയും ഇങ്ങനെ തികട്ടി വരിക എന്ന് പറയില്ലേ, ആ ഒരു ഫീല് ഭയങ്കരമായിട്ടുണ്ട്. മെമ്മറീസ് ഭയങ്കര വിഷയമാണ്. അന്ന് ഈ വീടിൻ്റെ ചുറ്റും കുറേ മരങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയോ മിസ്സിങ് ആണ് ഇവിടെ. ഇപ്പോൾ ഈ പുല്ലും പന്നയും കുറച്ച് തെങ്ങും മണ്ടയുള്ളത് കൊണ്ട് അറിയത്തില്ല. മതിയില്ലേ അയവിറക്കിയത്.